ഓക്കെ നന്ദു, പ്രൊഫസർ അനിൽകുമാർ പറഞ്ഞ് നിർത്തിയത് തന്നെയല്ലേ പ്രധാനം. അതായത് നോക്കൂ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്നല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ പലതും വളരെ സജീവമായിട്ടുണ്ട് നമ്മുടെ മുന്നിൽ. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഗൾഫ് മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഇവിടെ അതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഭരണകൂടം എത്രയും പെട്ടെന്ന് അധികാരത്തിൽ എത്തേണ്ടതുണ്ട്, അധികാരം ഏറ്റെടുക്കേണ്ടതുണ്ട്, പല പ്രശ്നങ്ങളും അവർ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇല്ലാത്ത ഒരു അവസ്ഥ, ആ ഒരു വിശാലമായിട്ടുള്ള താല്പര്യത്തോടു കൂടിയല്ലേ നോക്കിക്കാണേണ്ടത്. ജനങ്ങൾക്ക് ഒരു ഭരണകൂടം ഇപ്പോൾ ഇല്ല. അവർക്ക് കൃത്യമായിട്ട് ജനങ്ങളൊരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ മാൻഡേറ്റിന് അനുസൃതമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഭൂരിപക്ഷം ലഭിച്ചവർ പെരുമാറുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നത് പോലെ തന്നെയല്ലേ? ചേട്ടാ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ മെയ് 4-ന് ഈ പറയുന്ന റിസൾട്ട് വന്ന ദിവസത്തിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയത്തെ പരിശോധിക്കുന്ന ഓരോരുത്തരും, അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുന്ന ഓരോരുത്തരും നമ്മുടെയൊക്കെ നാട്ടിൽ തെരുവിൽ ഈ ലോട്ടറി കച്ചവടക്കാർ വിളിച്ചു പറയുന്നത് പോലെ നാളെയാണ് 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 എന്ന് വിളിച്ചു പറയുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം, കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ നീളുന്നു എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് ആകെ തന്നെ അപമാനമാണ്. കാരണം സാധാരണ നമ്മളൊരു ക്ലിയർ മെജോറിറ്റി ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ റിലേ ചർച്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ക്ലിയർ മെജോറിറ്റി, ക്ലിയർ മാൻഡേറ്റ് കിട്ടിയിട്ടും കേരളത്തിലെ ജനങ്ങൾ അതൊരു ആൻറ്റി ഇൻകുംബൻസിയുടെ പേരിൽ, അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊറുതി മുട്ടിയതിന് ശേഷം ഇവർ വന്നാൽ ശരിയാവുമെങ്കിൽ ശരിയാകട്ടെ എന്ന് പറഞ്ഞ് തലക്കുഴിഞ്ഞ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കയറ്റിയിട്ട് പോലും ഈ പറയുന്ന ഇത്രയും വ്യക്തമായ, ഇനി നിങ്ങൾക്ക് എണ്ണം കുറഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തല്ലണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർക്കൊരു വലിയ മാൻഡേറ്റ് തന്നെ കൊടുത്തത്. പക്ഷേ അത് കൊടുക്കുമ്പോൾ പോലും നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ടതിൽ നിന്ന് ഒട്ടുമേ വ്യത്യാസമില്ലാതെ, നമ്മൾ പറയില്ലേ പാടിയതേ പറയൂ എന്ന് പറയുന്നത് പോലെ, പഴയ പഴഞ്ചൊല്ലുകളൊക്കെ അന്വർത്ഥമാക്കുന്ന നിലയിൽ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അതുപോലെ നിവരില്ല എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് പഴയ കോൺഗ്രസ്സാണ്. ഇന്നും എല്ലിൻ കഷ്ണം കിട്ടിയാൽ കടിപിടി കൂടുന്ന നായ്ക്കളെപ്പോലെ കോൺഗ്രസിലെ നേതാക്കന്മാർ വട്ടമിട്ട് പറക്കുന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേരളത്തിൻ്റെ ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റിനെ അപഹസിക്കുന്ന രീതിയിലാണ്, കേരളത്തിലെ ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്ന നിലയിലാണ്. കേരളത്തിൻ്റെ ഒരു അവകാശം, കേരളത്തിലെ ജനങ്ങളുടെ ഒരു അവകാശമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാവുക, അവിടെ ഭരണം ഉണ്ടാവുക, ആ ഭരണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ അവകാശമാണ്. ആ അവകാശങ്ങളെ, കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് മേളിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എന്നാണ് അവർ പറയുന്നത്. എന്തെങ്കിലും തീരുമാനമെടുക്കാനുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഞാൻ പറയുന്നു, കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഹൈക്കമാൻഡുമില്ല, ഒരു ലോ കമാൻഡുമില്ല, നോ കമാൻഡ് പാർട്ടിയായി, വരുന്നവൻ വാളെടുക്കുന്നവൻ എല്ലാം വെളിച്ചപ്പാടാവുന്ന ഒരു പാർട്ടിയായി ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി മാറി എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം VD സതീശൻ ഭീഷണിപ്പെടുത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ദുർബലമാവുകയാണ്. KC വേണുഗോപാൽ കണ്ണൂരിട്ടുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ദുർബലമാവുകയാണ്. രമേശ് ചെന്നിത്തല വാളെടുക്കുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ദുർബലമാവുകയാണ്. ഇങ്ങനെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാവുന്ന അവസ്ഥയിലേക്ക് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം. ഇനി ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആകെ അധികാരത്തിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ പോലും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? ഭാവിയിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാലത്ത് അധികാരത്തിലേക്ക് വരും എന്നവർ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? അപ്പം ജനങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങളെയൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇനി നമുക്ക് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, മതന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ തവണത്തെ ഇലക്ഷനിൽ വിജയിച്ച് കയറാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചത്. ആ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെ ക്രോഡീകരിച്ചുകൊണ്ട് വിജയിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയെ ശക്തനാക്കിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ ആ നിലയിലേക്ക് രൂപപ്പെടുത്തിയത് VD സതീശനാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് VD സതീശന് പിന്തുണ കൊടുക്കുന്നത് ആരൊക്കെയാണ്? ഇന്ന് VD സതീശന് വേണ്ടിയിട്ട് കൃത്യമായി റോഡുകളിൽ ഇറങ്ങി നിന്ന് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെ MLA-മാരുടെ പ്രചരണ പരിപാടികൾ, അതായത് വോട്ട് ചെയ്ത ജനങ്ങളെ തിരിച്ചഭിവാദ്യം ചെയ്യാനുള്ള യാത്രകൾ പോലും MLA-മാർക്ക്, കോൺഗ്രസിൻ്റെ MLA-മാർക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു ലീഗിൻ്റെ പ്രതിഷേധം കൊണ്ട്. ലീഗിനൊരു ബിസിനസ്സും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളാണോ ഈ പറയുന്ന 60 സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് സംഘടന പരിമപ്പെടുത്തിയത് എന്ന് ലീഗ് തിരിച്ചു ചോദിക്കുമ്പോൾ ഒരക്ഷരം കൊണ്ട് പോലും പ്രതിരോധിക്കാൻ കഴിയാതെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തകർന്നു നിൽക്കുന്നു. ഇതിനെല്ലാം അപ്പുറത്ത് ചേട്ടാ, ഇന്നത്തെ ദിവസം നമ്മൾ ഉണരുമ്പോൾ നമ്മളെല്ലാം കാണുന്നത് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയെ ചൂണ്ടുവിരലിൽ നിർത്താൻ കെൽപ്പുള്ള രീതിയിൽ കൽപ്പറ്റയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത്, കൽപ്പറ്റയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടുത്തെ കോൺഗ്രസ് ആസ്ഥാനത്തിൻ്റെ മുന്നിൽ ഒരു 3-4 പോസ്റ്ററുകൾ വരുന്നു. ഒന്ന്, വയനാടും നാളെ അമേഠിയായി മാറും,
നിങ്ങളുടെ പെട്ടിതൂക്കലുകാരനായിരിക്കാം KC വേണുഗോപാൽ, പക്ഷേ അയാളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രിയങ്ക ഗാന്ധിയും രാഹുലും ഇനി വയനാടിനെ മറന്നേക്കൂ എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ പതിറ്റാണ്ടുകൾ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയെ ചൂണ്ടുവിരലിൽ നിർത്തി തീരുമാനമെടുപ്പിക്കാൻ കെൽപ്പുള്ളവരായി ഇവിടുത്തെ സമ്മർദ്ദ ഗ്രൂപ്പുകൾ മാറുന്നു. അതിന് വശംവദനാവുന്ന നിലയിലേക്കാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി മാറുന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെ എന്നോട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഹൈക്കമാൻഡ് ആണോ, ഞാൻ പറഞ്ഞതുപോലെ നോ കമാൻഡ് ആണോ ഉള്ളത് എന്ന് താങ്കൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇത് കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറുന്നു. കേരളത്തിനകത്ത് ഭരണപ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലാണ്. നിങ്ങൾ നോക്കൂ, കുട്ടികളുടെ പരീക്ഷ SSLC +2 കുട്ടികളുടെ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നടക്കുന്നില്ല. ഈ പാഠപുസ്തകം അച്ചടിച്ച് തീർന്നില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് വന്നാലല്ലേ ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂഷൻ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുന്ന ഗവൺമെൻറ്റുകളൊക്കെ നമുക്ക് കണ്ണടച്ച് വിമർശിക്കാം, പക്ഷേ ഒരു മാൻഡേറ്റ് ജനങ്ങൾ തരുമ്പോൾ കൃത്യമായി ആ പാഠപുസ്തകം വിതരണം ചെയ്യേണ്ടത് എൻ്റെ കൂടി ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടു കൂടി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് തോന്നണ്ടേ, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് തോന്നണ്ടേ? അതുപോലും തോന്നാതെ തങ്ങളുടെ അധികാരക്കൊതി തീർക്കാൻ, തങ്ങൾക്ക് അധികാരം കിട്ടാൻ, അതിന് എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാര സൗഹൃദങ്ങൾ ഉറപ്പിച്ചു നിർത്തണം എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ ഉള്ള 2 നേതാക്കന്മാരും കേന്ദ്രത്തിലുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ ഞങ്ങളുടെ ഐശ്വര്യമാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ അടക്കമുള്ളവർ അവിടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം നടത്തുമ്പോൾ അതിൻ്റെ ദുരന്തം അല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്തത് കൊണ്ട് ഇത്തരത്തിൽ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്.